ഏതായാലും ഇത് ഈ സമയത്ത് പ്രാർത്ഥിക്കുക സുന്നത്താണ് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവില്ല. ഇനി ഈ പ്രാർത്ഥന അവിടെ നിർവഹിക്കുന്നതിൻ്റെ പൊരുളെന്ത് എന്ന് ഫിഖ്ഹിൽ ചർച്ചകൾ കാണും. ഗുഫ്രാനക്, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നാണ് പറയണത്. പിന്നെ മലമൂത്ര വിസർജനത്തിന് പോകുക എന്നുള്ളത് തെറ്റായ കാര്യം അല്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാ പൊറുക്കലിനെ തേടുന്നു പറഞ്ഞത്? ആ സമയത്ത് ഗുഫ്രാനക്ക എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ന്യായമുള്ളത് എന്ന ചർച്ചകൾ ചില ഫഖീഹുമാർ, ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും 2 കാരണങ്ങളാണ് ആ സമയത്ത്. ഇതിൽ ഒരു തത്വമായി പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ഇത് വ്യക്തമായി നബി പറഞ്ഞൊന്നുമല്ല. ഒന്ന്, അവന് ഇതുവരെ ഉണ്ടായിരുന്നൊരു പ്രയാസം ഒഴിവായി കിട്ടി. പിന്നെ മൂത്രയിക്കാൻ മുട്ടുക, അതേപോലെ പിന്നെ കാഷ്ടിക്കാൻ മുട്ടുക എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി ഒരു ആശ്വാസം കിട്ടിയല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടനെ അറിഞ്ഞു, അതിന് ശേഷമുള്ള ആശ്വാസവും അവൻ അനുഭവിച്ചു. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ അത് എത്രമാത്രം പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് അനുഭവിച്ച് അതിനൊരു ആശ്വാസം അവന് കിട്ടി. അപ്പോൾ അത് ഓന് പരലോകവും നരകവും ഒക്കെ ഓർക്കാൻ ഒരു നിമിത്തമാണ്. നരകശിക്ഷയ്ക്ക് അപ്പം എത്രമാത്രം പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ആശ്വാസമായി ഒഴിവായി കിട്ടുക എന്നതിൻ്റെ ഗൗരവം എത്രയാണ്. ആ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു തേട്ടമാണ് ഗുഫ്രാനക്. പഠിച്ചോനെ, ദുനിയാവിൽ എനിക്കിപ്പോൾ ആശ്വാസമായി, ഇത് പോരാ, എനിക്ക് പരലോകത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തുനിന്ന് എനിക്കവിടെ നരകത്തിൽ രക്ഷപ്പെടുത്തി തരണേ എന്ന ആശയം അതിലുണ്ട് എന്നാണ് ഒരു ന്യായം. ചിലരൊക്കെ ഒരു നിഗമനമാണ്, ഒരു അടിസ്ഥാന തത്വമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പണ്ഡിതന്മാരുടെ നിഗമനമാണ്. രണ്ടാമതൊന്ന് പറഞ്ഞത്, ബാത്റൂമിൽ കയറുമ്പോൾ അള്ളാഹിനെ പറ്റി ഓർക്കാൻ പറ്റൂല, അള്ളാഹിൻ്റെ പേര് പറയാൻ പറ്റൂല, അതേപോലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു എഴുത്ത് പോലും ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ നിശ്ചിത സമയം അള്ളാഹിനെ പറ്റി സ്മരിക്കാത്ത സമയം അവന് കഴിഞ്ഞുപോയി. മാത്രവുമല്ല ആ സമയത്ത് തെറ്റായ ചിന്തകളും തിന്മലേക്കുമൊക്കെ മനസ്സ് കുറച്ചുകൂടെ അടുക്കാൻ സാഹചര്യമുള്ള സമയവുമാണ്. അപ്പോൾ അള്ളാഹിനെ ഓർക്കാത്ത സമയം കഴിഞ്ഞു പോയല്ലോ, അപ്പോൾ അതിന് പഠിച്ചോനെ എന്നോട് ഞാനിതാ പൊറുക്കൽ തേടുന്നു എന്ന അർത്ഥത്തിലാവാം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗുഫ്രാനക് എന്ന് പറയാൻ പറഞ്ഞത് എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് ആ അഭിപ്രായം അതങ്ങനെ തന്നെ നമുക്ക് പറയാവതല്ല. കാരണം അവിടെ അള്ളാഹിനെ സ്മരിക്കുന്നില്ല, ശരി, എന്തുകൊണ്ടാണ് സ്മരിക്കാത്തത്? അവിടെ സ്മരിക്കുന്നത് അള്ളാഹ് പറഞ്ഞുകൊണ്ടാണല്ലോ. അവിടെ അള്ളാഹിനെ സ്മരിക്കരുതെന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനെ സ്മരിക്കാതിരിക്കുന്നത്. അപ്പോൾ അതും ഒരു സ്മരണയാണ്. അള്ളാഹിൻ്റെ കൽപ്പന പ്രവർത്തിയാക്കുകയാണ് ചെയ്തതുപോലെ ആർത്തവമുള്ള സമയത്ത് നിസ്കരിക്കുന്നില്ല, അത് തെറ്റാണോ ചോദിച്ചാലോ തെറ്റല്ല. എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്തത്? അള്ളാഹ് നിസ്കരിക്കേണ്ട പറഞ്ഞുകൊണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പനയാണ് അവിടെയും നടപ്പാക്കുന്നത്. എന്ന പോലെ ബാത്റൂമിൽ ബഹുമാനിക്കപ്പെടുന്ന പേരുകളും മറ്റും കൊണ്ടുപോകാതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ പാലിക്കലാണല്ലോ. അതുകൊണ്ട് അവിടെ ഈ സ്മരണ ഇല്ലാത്തതിൻ്റെ പേരിൽ ഗുഫ്രാനക പറയുന്നു എന്ന ന്യായം അതത്ര തന്നെ ന്യായമായി പറയാവതല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞു കാണുന്നു. വല്ലാഹു അഅലം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നി വഅഫാനി എന്ന് പറയണമെന്ന് ഈ ദുർബലമായ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നമ്മുടെ കിതാബിൻ്റെ രചയിതാവ് അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. وتقديم رجله اليسرى دخولا واليمنى خروجا. وتقديم رجله اليسرى, ഇടത്തെ കാലിനെ അവൻ മുന്തിക്കലും. തഖദീം മുന്തിക്കൽ. തഖദീമു റിജ്ലിഹി, അവൻ്റെ കാലിനെ അവൻ മുന്തിക്കൽ. അൽ യുസ്രാ, ഇടത്തെ കാലിനെ മുന്തിക്കൽ. ദുഖൂലൻ, പ്രവേശിക്കുമ്പോൾ, പ്രവേശന അവസരത്തിൽ ഇടത്തുകാലിനെ മുന്തിക്കൽ. വൽ യുംന, വലത്തേതിനെ മുന്തിക്കലും. ഖുറൂജൻ, പുറത്ത് പോരുമ്പോൾ. അപ്പം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് മുന്തിക്കുക, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാല് മുന്തിക്കുക. അക്സ മസ്ജിദിൻ വനഇദിൻ, അക്സ മസ്ജിദിൻ വനഇദിൻ, പള്ളിയുടെയും ചെരുപ്പ് ധരിക്കുന്നതിനെയും ഒക്കെ നേരെ വിപരീതമായിക്കൊണ്ട്. പള്ളി കയറുമ്പോൾ വലത്തേകാലും ഇറങ്ങുമ്പോൾ ഇടത്തേകാലുമാണ്. അപ്പം അതിന് വിപരീതം. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാൽ ധരിക്കണം എന്നാണ്, എന്നാൽ അഴിക്കുമ്പോൾ ആദ്യം ഇടതുകാല് അഴിക്കണം എന്നാണ്. അപ്പോൾ അതിന് വിപരീതമായിക്കൊണ്ടാണ് ബാത്റൂം. അതിന് പൊതുവായ തത്വം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ, പുണ്യകർമ്മമായ മാന്യമായ നല്ല കാര്യങ്ങൾ, അവിടെയൊക്കെ വലത്തേതിനെ മുന്തിക്കുക എന്ന നബിയുടെ പൊതുവായ ഒരു അധ്യാപനത്തിൽ
വന്ന കാര്യമാണ്. ആയിഷ ബി പറഞ്ഞല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്കാണ് യുജിബുഹു അത്തയാമുൻ, നബി തങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കൽ വലിയ ഇഷ്ടമായിരുന്നു എല്ലാ കാര്യത്തിലും. ഫി തലബുസിഹി വ തനഉലിഹി വ തറജ്ജുലിഹി വ ഫീ ശഅനിഹി കുല്ലിഹി. നബി തങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, തലമുടി ചീകുമ്പോൾ, വ ഫീ ശഅനിഹി കുല്ലിഹി, അത്തരം കാര്യങ്ങളിലെല്ലാത്തിലും നബി തങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കൽ വലിയ താല്പര്യമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്മയുടെ ഭാഗങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ട ഏതൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വലത്തേതിനെ മുന്തിക്കുക, നന്മയിലേക്ക് തിരിയുക, നല്ല കാര്യത്തിലേക്ക് പോവുക, അതിലൊക്കെ വലത്തേതിനെ മുന്തിക്കുക. അപ്പം അതിന് വിപരീതം എന്ന നിലക്കാണ് അതല്ലാത്തതിൽ ഇടത്തേതിനെ മുന്തിക്കുക എന്നത് പറഞ്ഞിരിക്കുന്നത്. ഇടത്തേ കാലിച്ച് കയറുക, വലത്തേ കാലം ആദ്യം ചെരുപ്പിടുക. അങ്ങനൊന്നുമില്ല. ഒന്നും ചെരുപ്പ് പുറത്തേക്കാം, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ ഇടത്തേ കാലിച്ച് കയറാം, എന്നിട്ട് വലത്തേ കാലം ആദ്യം ചെരുപ്പ് ധരിക്കാം. കയറുമ്പോൾ ചെരുപ്പിടണമെന്നില്ല. ഏറി വന്നാൽ മലമൂത്ര വിസർജന സമയത്ത് ചെരുപ്പ് ധരിക്കുന്നതിനെ പറ്റിയ ചർച്ച ഉള്ളൂ. അതിനെ സ്വഹിയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം നമുക്ക് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പുറത്ത് വെച്ചാൽ കൺഫ്യൂഷനില്ല. ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പിട്ടേ അതിൻ്റെ ഉള്ളിൽ ചവിട്ടാവൂ എന്നില്ല. മലമൂത്ര വിസർജന സമയത്ത് ചെരുപ്പ് ധരിക്കണം എന്നേ ചർച്ചയിൽ തന്നെ വരുന്നുള്ളൂ. അല്ലാതെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പിടാതെ കയറാൻ പാടില്ല എന്നില്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വേറെ കാര്യം, അത് പെടില്ല. എന്നാലും ഇടത്തേ കാല് വെച്ച് കയറുക, ചെരുപ്പിടുമ്പോൾ വലത്തേ കാല് ആദ്യം ധരിക്കും. ചെരുപ്പ് ഉള്ളിലാണെങ്കിൽ, ചിലപ്പോൾ പുറത്താണെങ്കിലും പ്രശ്നമില്ല, ആദ്യം ചെരുപ്പിടുന്നു, ഇടത്തേ കാല് വെച്ചിട്ട് കയറുന്നു. രണ്ട് സുന്നത്തുകൾ നേരെ ഒരാളുടെ വിഷയത്തിൽ ചിലപ്പോൾ പ്രാവർത്തികമാക്കുന്ന അടുത്തൊരു സൂക്ഷ്മത ആവശ്യമുള്ള രംഗമാണ് അത്. അപ്പം പ്രവേശിക്കുമ്പോൾ ഇടതുകാലും പുറത്തിറങ്ങുമ്പോൾ വലതുകാലും മുന്തിക്കുക. അക്സ മസ്ജിദിൻ, പള്ളിയുടെ വിപരീതമായിക്കൊണ്ട്. കാരണം അപ്പം പള്ളിയാണ് പഠിപ്പിച്ചത് തക്രീം, മാന്യതയുടെ മേന്മയുടെ രംഗത്തൊക്കെ വലത്തേത് മുന്തിക്കാൻ പറഞ്ഞു. അപ്പം അതിന് നേരെ മറുവശമാണ് അല്ലാത്തിൽ വലത്തേതെല്ലാം മുന്തിക്കേണ്ടത്. അപ്പം അതും വരുന്നുണ്ട്, അവർക്ക് എത്തിയിട്ടില്ല, ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളൂ. ഒക്കെ വരും, എല്ലാ ക്ലാസ്സും മുടങ്ങാതെ വരിക, അപ്പോൾ ഒക്കെ കിട്ടും. പിന്നെ വലത്തേ കാലിനെ മുന്തിക്കുക എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടത്. ഇടത്തേ കാലിനെ അല്ലാത്തതിന് മുന്തിക്കുക എന്ന് പ്രത്യേകിച്ച് തെളിവുണ്ടോ വെച്ചാൽ ഈ ചെരുപ്പ് അഴിക്കുമ്പോൾ ഇടത്തേ കാലം മുന്തിക്കാൻ പറഞ്ഞു. ധരിക്കുമ്പോൾ വലത്തതും അഴിക്കുമ്പോൾ ഇടത്തേതും മുന്തിക്കാൻ പറഞ്ഞു. അതിൽ നിന്നാണ് നന്മയുടെ വശങ്ങളിലൊക്കെ വലത്തേതിനെ മുന്തിക്കുക, അല്ലാത്തതിലൊക്കെ ഇടത്തേതിനെ മുന്തിക്കുക എന്നൊരു പൊതുതത്വം അതിൽ നിന്നാണ് പണ്ഡിതന്മാർ സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ മുന്തിക്ക് പ്രത്യേക സുന്നത്തുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ കാണാൻ ചില ഉസ്താദന്മാർ പറയും ഇടത്തേ കളിച്ച് ഇറങ്ങണം എന്നൊക്കെ പറയും. അതിനേതായാലും വകുപ്പ് തെളിവൊന്നുമില്ല. അത് ഈ തത്വമാണ് പൊതുവായിട്ട് അതിലുള്ളത്. ഇടത്തേ കളിച്ചിറങ്ങാൻ തെളിവില്ല. ഇടത്തേ കളിച്ചിറങ്ങണം എന്നവർ പറയാം. ഹജ്ജിന് പോകുമ്പോൾ ഇടത്തേ കളിച്ചിറങ്ങണം, അതിന് പ്രത്യേകിച്ച് എവിടെ അങ്ങനെ ചർച്ചകളൊന്നും വന്നതുപോലെ എന്തുകൊണ്ടോ പറയണം നമുക്കറിയില്ല. അല്ലാഹുവലം അത് എവിടെ അങ്ങനെ പ്രത്യേകം ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. പൊതുവായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നന്മയുടെ അഅ്മാലു സ്വാലിഹ, അതേപോലെ തക്രീം, മാന്യതയുടെ രൂപമായി കാണുന്ന അങ്ങനത്തെ വിഷയത്തിലൊക്കെ വലത്തേത് അഅ്മാലു സ്വാലിഹത്ത് മാത്രമല്ല. ഇപ്പം ചെരുപ്പിടുമ്പോൾ ഇടാൻ പറഞ്ഞല്ലോ, മുടി വാരുമ്പോൾ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഒരാളുടെ ഒരു മാന്യത അതിനെ കുറിക്കുന്ന വഴികളൊക്കെ വസ്ത്രം ധരിക്കുക, മുടി ചെയ്യുക, ചെരുപ്പ് ധരിക്കുക, ഇതൊക്കെ ഒരാളുടെ ഒരു മാന്യതയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വലത്തേതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മഫ്ഹൂം മുഖാലഫ് എന്നറിയും. അതിന് നേരെ വിപരീത അർത്ഥമാണ് അല്ലാത്തതിൻ്റെ അടുത്തതിനെ മുന്തിക്കുക എന്നുള്ളത്.